ആ കുന്നിന് ആ കുന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കുന്നല്ലേ. അതിന് കാളപ്പുറം മൊട്ട എന്നാ പറയും. ഇപ്പൊ നമ്മൾ കാളപ്പുറം കുന്നെന്ന് പറയും. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു കാള ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ് ആ കുന്നുണ്ടാവും. അതിന്റെ പുറവും അതിന്റെ പാറകളിൽ നോക്കിയപ്പോൾ ശരിക്കും ഒരു കാള നിൽക്കുന്ന പോലെയാണ് പണ്ട് കാലത്ത് തോന്നിയത്. അങ്ങനെയാണ് ആ കുന്നിന് കാളപ്പുറം മൊട്ട എന്ന് പേര് വന്നത്. ആ മീൻപാറയുണ്ട്. അതാ മീൻപാറ എന്ന് പറഞ്ഞാൽ പാറ കണ്ടാല് ഒരു മീനെ പോലെ ഉണ്ടാവും. അതുകൊണ്ട് ആ മീൻപാറ പറഞ്ഞതല്ലേ. അവിടെ ആ സ്ഥലത്തിന് വലിയ ഐതിഹ്യമുണ്ട്. എന്താ ഐതിഹ്യം എന്നറിയോ? ഐതിഹ്യം നമ്മളെ ഈ വയൽ, കോരത്ത് വയൽ പണ്ട് കടലായിരുന്നു. ആ കടലിലേക്കൂടെ ആണ് ഈ കപ്പൂത്തുകാവിലെ പിന്നെ പരദേവതമാണ് ഇങ്ങനെ കപ്പലിൽ വന്നു എന്നാണ് ഐതിഹ്യം. കപ്പലിൽ വന്ന് അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ഒരു കര കണ്ട് ഇങ്ങോട്ടേക്ക് അടുപ്പിച്ചു കപ്പൽ. അപ്പൊ കപ്പൽ അവിടെ ഉറച്ചു വരും ഈ കുന്നിന്റെ ഓരത്ത്. ആ കുന്നിന്റെ അരികിലിപ്പോ നമ്മൾ നോക്കിയാൽ ഈ കടലിന്റെ പിന്നെ പാറേന്റെ എല്ലാം നോക്കിയാൽ കാണുന്ന ഈ മുരുമൂരിന്റെ സാധനങ്ങൾ പോകുന്നു. അപ്പൊ പണ്ട് കടലായിരുന്നതിലായാലും ഉറപ്പാണ്. പക്ഷെ പരദേവതമാർ വന്ന് ഇവിടെ കപ്പലടുത്തിനോ അവര് ഇവിടെ ഉറച്ചു പോയിനോ ഒക്കെ ഉള്ളത് ഐതിഹ്യമാണ്. പക്ഷെ ആ സങ്കല്പത്തിലാണ് കപ്പൂത്തുകാവിന്റെ ആ വലിയ ആൽമരം പൂല്ലേ, ആല് കണ്ടിട്ട് ആള് ആൽമരം കണ്ടിട്ടില്ലേ, അവിടെയാണ് അവര് അടുത്തു നിന്നും അവിടെ നിന്നാണ് ഈ കപ്പൂത്തുകാവിലേക്ക് ദൈവങ്ങളെല്ലാം വന്നു ചേർന്നത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എല്ലാ വർഷവും പിന്നെ കൊല്ലത്തിലൊരിക്കൽ, അതായത് കപ്പൂത്തുകാവിലെ പുത്തരി തിലാവും പത്തിനാണ് പത്താവതം എന്ന് പറയും. മറുപുത്തിരിയാണ് ഈ കാർത്തിക വിളക്ക്. അപ്പോൾ കാർത്തിക വിളക്കായ ദിവസം അവിടെ രാവിലെ മുതലേ ഈ കപ്പൂത്തുകാവിലെ കാരണവന്മാരെല്ലാം ഇങ്ങനെ ഒത്തുകൂടും. എന്നിട്ട് അവിടെ അപ്പം നിവേദ്യം, നമ്മൾ അടക്കാച്ചോണമെന്നാ പറയാ. കണ്ടില്ലേ, ഉണ്ടാക്കുന്നുണ്ടില്ലേ? ഒരു വലിയ പാത്രം ഇങ്ങനെ ആ ആലിന്റെ ചുവട്ടിൽ വെക്കും. കുറെ ആളുകൾ ഇങ്ങനെ അരി മാവ് ഉണ്ടാക്കി, അല്ലെ അരിപ്പൊടി, അതുപോലെ തന്നെ വെല്ലം, പഴം ഇതൊക്കെ ഉണ്ടാക്കി വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കും. സാധനം കഴിച്ചാൽ പൊട്ടൂല, ഭയങ്കര അല്ലേ, ഭയങ്കര പ്രസിദ്ധമാണ്. ചൂടോടൊന്നും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതെ, ആ പൊട്ടും, നല്ല പതായിരിക്കും. അപ്പൊ അതുണ്ടാക്കും, നിവേദ്യം ഉണ്ടാക്കും. പിന്നെ വൈകുന്നേരം ആടെ ഒരു തേങ്ങാക്കല്ല് ഉണ്ട്. തേങ്ങാക്കല്ല്, ആ തേങ്ങ ഉടക്കലാണ്. എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ പിന്നെ തേങ്ങയും കൊണ്ടുവരും അവിടെ. അങ്ങനെ തേങ്ങയും കൊണ്ടുവന്ന്, തേങ്ങ എന്ന് പറഞ്ഞാൽ ഇളനീരാണ്, ഇളനീര്, അത് കൊണ്ടുവന്ന് അവിടെ സമർപ്പിക്കും. അങ്ങനെ സമർപ്പിച്ച് അവിടെ ഒരു ഇളനീര് അടിച്ചാൽ വീട്ടിലുള്ള കന്നുകാലികൾക്കൊന്നും അസുഖം വരില്ല എന്നില്ലാന്ന് സങ്കല്പം. അതാ വിശ്വാസം. അങ്ങനെ 100 കണക്കിന് തേങ്ങ അവിടെ കൊണ്ടുവന്ന് ആ തേങ്ങാക്കല്ലിന് ചുറ്റും 100 കണക്കിന് തേങ്ങയുണ്ട്. അപ്പൊ വൈകുന്നേരം സന്ധ്യയോടുകൂടി രാവിലെ നിന്ന് പിന്നെ വെളിച്ചപ്പാടും അതുപോലെ തന്നെ എഴുന്നള്ളത്ത് തിരുവാതിരത്തോടു കൂടി പോകും. അവിടെ പിന്നെ ആലിന് ചുറ്റും പിന്നെ ഓടി ഇങ്ങനെ, അവിടെയല്ലേ ദൈവാദ്യം വന്നതല്ലേ. അപ്പോൾ അവിടെ പൂജയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ തേങ്ങയാറാണ്. തേങ്ങ ഭയങ്കര സംഭവമാണ്. 100 കണക്കിന് തേങ്ങ ഉണ്ടാവും. അതിങ്ങനെ ഒരാള് എറിഞ്ഞ് പൊട്ടിക്കും. അപ്പോൾ ആ തേങ്ങാ കഷ്ണം കിട്ടാൻ വേണ്ടി കുട്ടികളെല്ലാം ഇങ്ങനെ ഭയങ്കര മത്സരിച്ച് തേങ്ങ പിടുത്തം ഭയങ്കര. അങ്ങനെ ആടുത്ത പൂജകളെല്ലാം കഴിഞ്ഞ് മടങ്ങും. അപ്പോൾ ഇന്നും കപ്പൂത്തുകാവിലെ ആ കുന്നിന്റെ പുറത്ത് ആഘോഷപൂർവ്വം കാർത്തിക വിളക്ക് കൊണ്ടാടുന്നുണ്ട്. അതൊക്കെയാണ് ആ കുന്നിന്റെ പ്രത്യേകത. ഇതാണ് സ്ഥലം ഗായ്സ്. കുറച്ച് ഡേഞ്ചറസ് വഴിയാണ് ഗായ്സ്. നമ്മൾ അവസാനം എത്തി ഗായ്സ്, എത്താൻ പോകുന്നു ഗായ്സ്.
അതന്നെയാണ് ഞാൻ പോകുന്നത്. നമ്മൾ മുകളിലേക്ക് കയറുകയാണ് guys. ഇനി സ്റ്റെപ്പ് കൂടെ ആണ് കയറുന്നത് guys. ഇതിലെ കൂടെ കയറുന്നതിന് കുറച്ച് പാട് guys. ഇതിലെ കൂടെ കുറച്ച് സേഫ് അല്ല. റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ? ലെഫ്റ്റ്. Left അല്ല റൈറ്റ്. ഇനി പറടാ. സൂപ്പർ മനസ്സിലാക്കാം. ഞങ്ങൾക്ക് വള്ളി നീങ്ങാം. Guys, നമ്മൾ ഫൈനലി എത്തിയിരിക്കുകയാണ് guys. നമ്മൾ സ്ഥലത്ത് ഈ സ്ഥലത്ത് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ കുറെ വള്ളിയുണ്ട്. ഇതിന് കാവിന് ബന്ധപ്പെട്ടുള്ള ഒരു ഇതാണ് guys. ഈ കല്ലിനൊരു പ്രത്യേകതയുണ്ട്. ഈ കല്ലിന് തേങ്ങ എണ്ണ ഒട്ടിക്കുന്ന കല്ലാണ് ഗൈസ്. ഇവിടെ കത്തിയൊന്നുമില്ല ഗൈസ്. നമ്മൾ ഫൈനൽ താഴെ ഇറങ്ങുകയാണ് ഗൈസ്. ഇവിടെ കുറെ ചെറിയ മരങ്ങളും പിന്നെ ഒരു മീൻപാറയും ഉണ്ട് ഗൈസ്. അവിടേക്ക് പോകാൻ പറ്റായിട്ടാണ് ഗൈസ്.